രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് നൽകുന്ന EPF തുക വർദ്ധിപ്പിക്കണമെന്ന് പീതാംബരക്കുറുപ്പ് MP വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏകദേശം 35 ലക്ഷത്തോളം ആളുകളാണ് ഇന്ത്യയിൽ EPF പെൻഷൻ അയക്കുന്നത്. 3 ലക്ഷത്തിലേറെ ആളുകൾ കേരളീയരാണ്. ഇവർ ദീർഘകാലം വിവിധ സർവീസുകളിൽ ജോലി ചെയ്തവരും സർക്കാരിനെ തന്നെ സേവിച്ചു വരുന്നതാണ്. പക്ഷെ സർക്കാരിൽ ജോലി ചെയ്ത അനേക ലക്ഷം ആളുകൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ വ്യവസ്ഥ പ്രകാരം ലഭിക്കുമ്പോൾ കേവല നീതിയുടെ പേരിലെങ്കിലും ഒരു ആനുകൂല്യം നേടാനോ ലഭിക്കാനോ അർഹതയില്ലാത്ത പട്ടികയിലാണ് ഈ വലിയ സമൂഹം പെട്ടിരിക്കുന്നത്. മിനിമം പെൻഷൻ 4000 രൂപയാക്കുക, 2001 മുതൽ മരവിപ്പിച്ച ക്ഷാമബത്ത നൽകുക, പെൻഷൻകാരെ ആരോഗ്യരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുത്തുക, സർക്കാർ പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തകൾ പെൻഷൻകാർക്ക് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികൃതർക്ക് നിവേദനം നൽകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഫലം കാണാത്തതിനെ തുടർന്ന് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാരിന് ജനങ്ങൾ യാതൊരു വിധത്തിലുള്ള വിഹിതവും നൽകാതെ പെൻഷൻ വർധനവും മുതലുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുമ്പോൾ 30-40 വർഷത്തോളം അംശാദായം നൽകിയ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നതിൽ കൂടി രാജ്യത്ത് 2 തരം പൗരന്മാരെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ തുകയിൽ നിന്ന് 10% സംഖ്യ പിടിച്ച് പെൻഷനർ മരണപ്പെട്ടാൽ പിടിച്ച സംഖ്യയുടെ 100 മടങ്ങ് അവകാശികൾക്ക് നൽകുന്ന റിട്ടേൺ ഓഫ് ക്യാപിറ്റൽസ് രീതി 2010 ഏപ്രിൽ 1 മുതൽ നിർത്തലാക്കിയിരിക്കുകയാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.